മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കരുണയാണെങ്കിൽ പ്രതാപിൻ്റെ അമ്മേനെയും കാണാൻ വന്നിട്ട് അവരോട് നല്ലോണം തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് പ്രതാപിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്, എന്നിട്ടും ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, എന്നാലും അച്ഛനും മുത്തശ്ശിയും ചേർന്ന് എന്നെ ഇങ്ങനെ ആശിപ്പിക്കണ്ടായിരുന്നു. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഓരോന്ന് പറഞ്ഞ് എനിക്ക് മോഹം തന്നു, എന്നിട്ട് അതെല്ലാം എനിക്ക് അവസാനം സങ്കടം തന്നിട്ടുള്ളൂ. എന്തായാലും ഇനിയും എനിക്കിതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. ആ കണ്ണൻ അധികം വൈകാതെ തന്നെ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവരും. പിന്നെ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള മനസ്സെനിക്കില്ല എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്ത് ആ കുഞ്ഞിനെയെങ്കിലും ഇല്ലാണ്ടാക്കും. മോളുടെ മുന്നിൽ കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അന്നേരം കരുണ പറയുന്നുണ്ട്. അതും പറഞ്ഞ് അച്ഛനിപ്പോൾ എത്ര പ്രാവശ്യം അവരെ കൊല്ലാൻ നോക്കി, എന്നിട്ട് എന്തെങ്കിലും നടന്നോ? തിരിച്ചടി കിട്ടണതെല്ലാം അച്ഛന് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം അതാ മോളെ പ്രശ്നം. ഇപ്പം തന്നെ ഞാൻ എത്ര പൈസ കൊടുത്തു അവർക്ക്. അയാളാണെങ്കിൽ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഭസ്മം തൊടിയിക്കുകയും ചെയ്തു, എന്നിട്ടും ആ കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്നാണ് പറയണേന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, കുഞ്ഞിന് എന്ത് സംഭവിക്കാനാ? കുഞ്ഞ് നല്ല സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഫോട്ടോയും വീഡിയോയും ഒക്കെ അയാൾ കൊണ്ടുവന്ന് എന്നെയും അവിടുത്തെ അമ്മേനെയൊക്കെ കാണിച്ചു തന്നു. അന്നേരം ഈ പ്രതാപിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും മോളൊന്ന് സമാധാനപ്പെട്, അധികം വൈകാതെ തന്നെ മോൾക്ക് സന്തോഷത്തിനുള്ള വക ഞങ്ങൾ ഉണ്ടാക്കി തരാം. അന്നേരം പ്രതാപനും പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് എന്തായാലും മോൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തന്നിട്ടേ പോവുള്ളൂ എന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അതിൽ പ്രതീക്ഷയൊന്നുമില്ല അച്ഛാ, ഞാനിനി അവരുടെ അടിമയായിട്ട് ജീവിക്കണം എന്നായിരിക്കും എൻ്റെ വിധിയെന്ന്. ഇപ്പോൾ ഇവിടെ വന്നത് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് ഈ പറയുന്നത് കണ്ണനെ മഹാലക്ഷ്മിയെ സ്നേഹിച്ച് ജീവിക്കാനാണ്, അവർക്ക് എപ്പോഴും അവരുടെ മോളെക്കുറിച്ച് വിചാരമുള്ളൂ എന്ന് പറയുമ്പം ഈ പ്രതാപം പറയുന്നുണ്ട്, മോളിപ്പോൾ തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ പോണ വഴി ആ മഹാലക്ഷ്മിയുടെ അടുത്തൊന്ന് കയറിയേരെ, അനന്തുവിൻ്റെ വീട്ടിൽ പോയി മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും കണ്ട് എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല എന്നൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പോയിക്കോന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അവളെയും കുഞ്ഞിനെയും കാണാൻ പോണേന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നിനല്ല മോളെ, ഇനിയിപ്പോൾ കുഞ്ഞ് മരിച്ചാൽ തന്നെ അതിൻ്റെ കുറ്റക്കാർ നമ്മളാണെന്ന് അവർ പറയരുതല്ലോ. മോളുടെ ജീവിതം സുരക്ഷിതമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയണേ. മോള് വെറുതെ ഒന്ന് അഭിനയിച്ചാൽ മതി. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഞാൻ ചെന്നാലും ആ അനന്തുവിൻ്റെ ഭാര്യ എന്നെ അങ്ങോട്ട് കയറ്റൂന്ന് പോലും എനിക്ക് തോന്നണില്ല അച്ഛാ, അവർക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യമാണെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല. ഇനിയിപ്പോൾ അനന്തുവിൻ്റെ ഭാര്യ നിന്നോട് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ തന്നെയും നീ അത് മൈൻഡ് ചെയ്യുമൊന്നും വേണ്ട. ഒരു സങ്കടമൊക്കെ അഭിനയിച്ച് മഹാലക്ഷ്മിനെയും കുഞ്ഞിനെയും കയറി കാണ്, എന്നിട്ട് അവിടെ വെച്ച് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ മോള് അതുപോലെ തന്നെ ചെയ്തു. അന്നേരം കരുണ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല അച്ഛാ, ഞാനിപ്പോൾ കുഞ്ഞിനെ കാണാൻ ചെന്നാലും അവരെൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എനിക്ക് കുഞ്ഞിനെ എടുക്കാനൊന്നും അവർ തരാൻ സാധ്യതയില്ല. അന്നേരം പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട്, ഇപ്പോൾ മോളൊന്നും ചെയ്യണ്ട മോളെ, മോളുടെ സ്വഭാവമൊക്കെ മാറിയെന്ന് ആ മഹാലക്ഷ്മിയെ ഒന്ന് വിശ്വസിപ്പിച്ചാൽ മതി, പിന്നീട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ലേഖ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അനന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ലേഖ മോളെ എപ്പോഴും കൈ തന്നെ വെച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പം ഇനി എത്ര ദിവസം എനിക്ക് മോളെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും അനന്തുവേട്ട? ഓണമായി കഴിഞ്ഞാൽ കണ്ണേട്ടൻ മഹിയും കുഞ്ഞിനെയും കമലേശ്വരത്തേക്ക് കൊണ്ടുപോകൂലേ, പിന്നെ എനിക്ക് ഇതുപോലെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം ഈ അനന്ത് പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുഞ്ഞിനെ കാണാൻ പോകാമല്ലോ. അത് മാത്രമല്ല മഹീനോട് പറഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് മഹി ഇങ്ങോട്ട് വരികയും ചെയ്യും, പിന്നെ എന്തിനാ ലേഖ നിനക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ അതല്ല അനന്തുവേട്ടാ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കണ പോലെ എനിക്ക് നടക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന്. അത് കേട്ടോണ്ടാണ് നമ്മളുടെ മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നത്. മഹാലക്ഷ്മി വന്നതും ലേഖയോട് പറയുന്നുണ്ട്, എന്താ ലേഖ നീ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എപ്പോൾ കുഞ്ഞിനെ കാണുന്ന ആഗ്രഹം തോന്നിയാലും ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഒന്നിലേ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരാമല്ലോ, നിങ്ങളുടെ സ്വന്തം മോളായിട്ട് കണ്ടാൽ മതി. എൻ്റെ മോൾക്ക് 2 അച്ഛനും അമ്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നീ ഇപ്പോഴും വിഷമിക്കണേന്ന് ചോദിക്കുമ്പം അതല്ല മഹി, മോളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മോളെ ഇതുപോലെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് തന്നെയല്ല ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ ഞാനും കണ്ണേട്ടനും ഫിനാൻസിലേക്ക് പോയി തുടങ്ങിയ മോളെ എന്തായാലും ഇവിടെ കൊടുന്ന് ലേഖയെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ വരുന്നത് വരെയും ലേഖയ്ക്ക് തന്നെ കുഞ്ഞിനെ നോക്കാൻ പാടില്ലേ, പിന്നെ എന്തിനാ ഇത്ര സങ്കടം എന്ന് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ആരോ കോളിമ്പല്ലടിക്കണ ഒച്ചയാക്കണേ. അത് കേട്ടത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഈ സമയത്ത് ആരായിരിക്കും വന്നേക്കണേ, കണ്ണേട്ടൻ എങ്ങാനും ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടനാവാൻ സാധ്യതയില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും, വാ എന്തായാലും നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് ചെന്ന് ഡോറ് തുറക്കണ സമയത്ത് മുന്നിൽ നിൽക്കുന്ന കർണേനെയാണ് കാണുന്നത്. കർണേനെ കണ്ടതും മഹാലക്ഷ്മിക്ക് അത്ഭുതമാവുന്നുണ്ടെങ്കിലും ലേഖയാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് വന്നത്. ലേഖ ഈ കർണയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നാൽ, നിനക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നും അല്ല ലേഖേച്ചി, ഞാൻ ലക്ഷ്മിനെയും കുഞ്ഞിനെയും കാണാനായിട്ട് വന്നതെന്ന് പറയണം. അന്നേരം ലേഖ പറയുന്നുണ്ട്, എന്തിനാണ് ഈ കണ്ടിട്ട് കുഞ്ഞിനെ കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പം ഇല്ല ലേഖേച്ചി, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എന്നെ അത്രമാത്രം കഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്കന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ ലക്ഷ്മിയെ ഉന്തി വിട്ടത്, അല്ലാതെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും അല്ല
എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയാടി, ഇപ്പോഴും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞു വിട്ടതായിരിക്കും നിന്നെ ഇങ്ങോട്ട് കുഞ്ഞിനെയും മഹാലക്ഷ്മിനെയും കൊല്ലാൻ വേണ്ടിയിട്ട്. എന്തായാലും നിൻ്റെ അഭ്യാസമൊന്നും ഇവിടെ നടക്കില്ല, നിന്നെ അകത്തേക്ക് കയറ്റാനും പോണില്ല എന്ന് പറയുമ്പം ഈ കരുണയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കണ കാണുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട ലേഖ, അവൾ കുഞ്ഞിനെ കാണാൻ വന്നതല്ലേ, അകത്തേക്ക് കയറി വരട്ടെ എന്നും പറഞ്ഞ് ഈ മഹാലക്ഷ്മി ആണെങ്കിൽ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞ് കരുണയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് കരുണ അകത്തേക്ക് കയറി വന്നതും കുഞ്ഞിനെ ഇങ്ങനെ നോക്കണ സമയത്ത് മഹാലക്ഷ്മി കുഞ്ഞിനെ കരുണയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങിയതും നമ്മളുടെ ലേഖ പറയുന്നുണ്ട്, അവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കരുത്, നീ കുഞ്ഞിനെ തൊടുപോലും ചെയ്യരുത്. സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ കുഞ്ഞിനെ കരുണയുടെ കയ്യിലേക്ക് കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുമ്പം ലേഖ പറയുന്നുണ്ട്, കുഞ്ഞിനെ എടുത്തിട്ട് ചിലപ്പോൾ അവൾക്ക് തോന്നിയാൽ അവൾ ആ കുഞ്ഞിനെ വലിച്ചെറിയാനും മടിക്കൂല, ഇവളുടെ സ്വഭാവം മഹിക്ക് അറിയാവുന്നതല്ലേ, ഇവളുടെ മനസ്സിൽ എപ്പോഴും ഒരു കൊലയാളിയുണ്ട്, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവളുടെ ആ കൊലയാളി മനസ്സ് പുറത്ത് ചാടാം, അതുകൊണ്ട് ഇവളെ സൂക്ഷിക്കണം, ഇവളെ ഒരിക്കലും ഇങ്ങോട്ട് കയറ്റേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഇവൾ വന്നതല്ലേ ലേഖ, മോളെ ഒന്ന് എടുത്തോട്ടെ എന്ന് പറയുമ്പം, ഇല്ല മഹി, മോളെ അവളുടെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. ആ സമയം കരുണ പറയുന്നുണ്ട്, വേണ്ട ലക്ഷ്മി, ഞാൻ കുഞ്ഞിനെ എടുക്കണമൊന്നുമില്ല, ഞാൻ വെറുതെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാ, എന്നാൽ നീ വാ, ഞാൻ കുഞ്ഞിനെ തൊട്ടി കിടത്താമെന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി തൊട്ടി കിടത്തുന്നുണ്ട്. അങ്ങനെ തൊട്ടി കിടത്തിയതും കരുണ ഈ കുഞ്ഞിനെ ശരിക്കും നോക്കുമ്പം കരുണയ്ക്കാണെങ്കിൽ നല്ല കുശുമ്പ് തോന്നുന്നുണ്ട്, നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ്, എന്ത് ഭംഗിയാണ് കുഞ്ഞിനെ കാണാൻ, എന്തായാലും ഈ കുഞ്ഞ് ഭാഗ്യവതി, ആ സ്വർണ്ണത്തിൽ പൊതിഞ്ഞാണല്ലോ കുഞ്ഞിനെ കിടത്തിയേക്കണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടി കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കുടിക്കാനൊന്നും വേണ്ട, ഞാനിപ്പോൾ വീട്ടിൽ നിന്നെല്ലാം കഴിച്ചിട്ടാണ് വന്നത്, വെറുതെ ലക്ഷ്മീനെയും കുഞ്ഞിനെയും ഒന്ന് കാണണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ, ഞാൻ എന്തായാലും പോവാമെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ ലേഖ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്ത് പ്ലാൻ ചെയ്തിട്ടാണ് ഈ വന്നത്, കുഞ്ഞിനെയും അമ്മയും കൊല്ലാൻ വേണ്ടിയാണോ വന്നതെന്ന് ചോദിക്കുമ്പം, ഇല്ല ലേഖേച്ചി, ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തല്ല വന്നത്, എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്, ഇനി ഒരിക്കലും ഞാൻ അതുപോലെ ഒന്നും ആവില്ല, ഞാനിപ്പോൾ മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ലേഖ പറയുന്നുണ്ട്, നീയൊക്കെ ഒരുപാട് മാറും, ഇപ്പോൾ തന്നെ നിൻ്റെ അമ്മായിമ്മ മാറാൻ ശ്രമിക്കുകയാണ്, മാറുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സ്വന്തം മോള് പോലും അവരുടെ മാറ്റം വിശ്വസിച്ചിട്ടില്ല, അവരെ ഒന്നും വിശ്വസിക്കാനും പറ്റില്ല, അതുപോലെ തന്നെ നീയും അവരെക്കാളും കുറച്ചും കൂടെ ദുഷ്ടത കൂടുതലാണ് നിൽക്കുന്നത്. അത് കേട്ടതും കരുണയാണെങ്കിൽ ഞാൻ പോവാ ലക്ഷ്മി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ച് അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി ലേഖയോട് പറയുന്നുണ്ട്, എന്നാലും ലേഖ അത്രയ്ക്കൊന്നും അവളോട് പറയണ്ടായിരുന്നു എന്ന് പറയുമ്പം, എന്തിയെ മഹിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ, എന്തായാലും മഹിയെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചവളല്ലേ അവളോട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും അവൾക്കിപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നണേന്ന്. അന്നേരം ലേഖ പറയുന്നുണ്ട്, ഒരു മാറ്റമില്ല, അവളുടെ അച്ഛൻ്റെ സ്വത്തെല്ലാം കേസ് നടത്തി തീരുമെന്ന് മനസ്സിലായതുകൊണ്ട് അവളിപ്പോൾ ഇങ്ങനെ നല്ലവളായിട്ട് അഭിനയിക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ തിരിച്ച് കമലേശ്വരത്ത് വരുമ്പം ദുർഗ കരുണേനെ കണ്ടതും, എന്താടി നീ പോയിട്ട് ഇപ്പം തന്നെ തിരിച്ചു വന്നേന്ന് ചോദിക്കണം. അന്നേരം കരുണ പറയുന്നുണ്ട്, ഇവിടെ ഇരുന്നിട്ട് മനസ്സിനൊരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വീട് വരെ ഒന്ന് പോയതല്ല അമ്മേ, ഞാനവിടെ താമസിക്കാൻ പോയതൊന്നുമല്ല, തിരികെ വരാൻ തന്നെ പോയതാ, എന്തായാലും ഉണ്ണിയേട്ടൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനും മുത്തശ്ശിയും എന്താടി പറഞ്ഞു വിട്ട്, കണ്ണനെയും മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും കൊല്ലാനുള്ള എന്തെങ്കിലും മാർഗം പറഞ്ഞു തന്നിട്ടാണോ വിട്ടേന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, ഞങ്ങൾ എന്തിനാണ് അവരെ കൊല്ലണത്, എന്തായാലും അതൊരു കുഞ്ഞു കൊച്ചല്ലേ, അതിനെ കൊല്ലാനൊക്കെ ഞങ്ങൾ നോക്കുമെന്ന് ചോദിക്കുമ്പം, നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയല്ലേ, നിങ്ങൾക്ക് ആരെ കൊല്ലാനും മടി ഉണ്ടാവൂല എന്ന്. എന്തായാലും കരുണ അതിനൊന്നും മറുപടിയൊന്നും പറയാതെ മേളിലോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ റൂമിൽ ചെന്നത് നമ്മളുടെ ഉണ്ണി അവിടെ ഇരിക്കണ കാണുമ്പം കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്താ ഇടി, കണ്ണൻ്റെ കൊച്ചിനെ കൊല്ലാനായിട്ട് നിൻ്റെ അച്ഛനെ ആർക്കോ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയണ കേട്ടല്ലോ, എന്നിട്ട് എന്തെങ്കിലും നടന്നോ എന്ന് ചോദിക്കുമ്പം, ഇല്ല ഉണ്ണിയേട്ടാ, ഒന്നും നടന്നില്ല, ആ സ്വാമി ചെന്ന് കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഭസ്മം തൊടിയിച്ചു എന്നാണ് പറഞ്ഞത്, പക്ഷേ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് ആദ്യമേ അറിയായിരുന്നു ആ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന്, എന്തായാലും നിൻ്റെ അച്ഛന് മാർക്കോയുടെ കയ്യിൽ നിന്ന് ഇനിയും തല്ലുകൊള്ളാനുള്ള സമയമായിട്ടുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ്. പ്രതാപനാണെങ്കിൽ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനായിട്ട് ആ ഗുണ്ടയുടെ വീട് അന്വേഷിച്ച് പോകാണ്. അവിടെ ചെന്നതും ആ ഗുണ്ടേനെ ആ സ്വാമിയാണെങ്കിൽ എണ്ണയൊക്കെ തേപ്പിച്ച് കിടത്തിയേക്കാണ്. അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നിങ്ങൾ എന്തിനാ എണ്ണയൊക്കെ തേച്ച് കിടക്കണേന്ന് ചോദിക്കുമ്പോൾ, എന്ത് പറ്റിയതാണെന്ന് അറിയില്ല സാറേ, ആ കുഞ്ഞിന് ഭസ്മം തൊടിയിച്ചിട്ട് ഇറങ്ങിയപ്പോൾ മുതലേ മേലെ ആകെ ചൊറിച്ചിലാണ്. അപ്പോൾ ആ സ്വാമീനോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും താൻ ആ കുഞ്ഞിന് ഭസ്മം തൊടിയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, സാറേ, ഞാൻ ആ കുഞ്ഞിനെ ഭസ്മം തൊടിയിച്ചതാ, പക്ഷേ ആ കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല എന്ന് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ പിന്നെ തന്നോട് നുണ പറയണയാണോ, ആ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, ആ കുഞ്ഞ് ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കേണ്ടെന്ന് പറയുമ്പം ആ സ്വാമി പറയുന്നുണ്ട്, എന്തോ ഒരു അത്ഭുത ശക്തി ആ കുഞ്ഞിനുണ്ടെന്ന് എനിക്ക് തോന്നണേ, അല്ലെങ്കിൽ പിന്നെ
ആ കുഞ്ഞ് മരിക്കേണ്ടതല്ലേ, വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടിയും ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയി ഭസ്മം തൊടിച്ചിട്ട് വരാമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് ഇനിയും ഭസ്മം തൊടിയിക്കൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും രീതിയിൽ ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയാൽ മതി. അന്നേരം ആ സ്വാമി പറയുന്നുണ്ട് ഒരിക്കൽ ഞാൻ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പോകുന്നതല്ലേ, വീണ്ടും ഞാൻ അങ്ങോട്ട് തന്നെ ചെല്ലണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അതിനു വേണ്ടി വേറെ ആരെയെങ്കിലും പറഞ്ഞു വിടണം, എന്തായാലും അധിക ദിവസമൊന്നും ഇനി ആ കുഞ്ഞ് ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെടുന്നു. അന്നേരം ഈ സ്വാമി പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് നോക്കിയാൽ പോരാ, നടത്തണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് മേടിച്ച അഡ്വാൻസ് എനിക്ക് തിരിച്ചു തരണം. അന്നേരം ആ ഒരു ഗുണ്ട പറയുന്നുണ്ട് വേണ്ട സാറേ, അഡ്വാൻസ് ഒന്നും തിരികെ മേടിക്കണ്ട, എന്തായാലും അധികം ദിവസം വൈകാതെ തന്നെ ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഈ കരുണയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ എന്നിട്ട് ഇതോടുകൂടി കുഞ്ഞിനെ കൊല്ലണ കാര്യം ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഉണ്ണിയേട്ട, വേറെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ അച്ഛൻ കുഞ്ഞിനെ കൊല്ലാമെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല ഇന്ന് ഞാൻ ആ ലക്ഷ്മീനെയും കുഞ്ഞിനെയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവരുടെ അടുത്തേക്ക് പോയെന്ന് ചോദിക്കുമ്പം അച്ഛനും മുത്തശ്ശിയാ പറഞ്ഞ അനന്തുവിൻ്റെ വീട്ടിൽ പോയി ലക്ഷ്മിയും കുഞ്ഞിനെയും കണ്ടിട്ട് കമലേശ്വരത്തേക്ക് പോകാൻ, അവർക്കെന്താ തലക്ക് വെളിവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല ഉണ്ണിയേട്ടാ, എൻ്റെ സ്വഭാവമൊക്കെ മാറിയെന്ന് ലക്ഷ്മിയെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട് അതിന് നിൻ്റെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ഉണ്ണിയേട്ടാ, എൻ്റെ സ്വഭാവം മാറിയെന്ന് തോന്നിയാലല്ലേ അവൾ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരുള്ളൂ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട് കണ്ണനെ കൊല്ലാൻ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ കാലൊടിഞ്ഞ് ഇവിടെ ഇരിക്കണേ, ഇനി നീ ആ ലക്ഷ്മീനെയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയിട്ട് നിൻ്റെ കാല മാർക്കം ഓടിക്കാതെ നോക്കിക്കോളാൻ. അന്നേരം കരുണ പറയുന്നുണ്ട് ആ മാർക്കം എന്തായാലും സ്ത്രീകളെ ഒന്നും ഉപദ്രവിക്കാറില്ല, അന്ന് അയാൾ വീട്ടിൽ വന്നപ്പം എന്നോടും മുത്തശ്ശിയോടും പറഞ്ഞതാ ആണുങ്ങളെ മാത്രമേ ആ മാർക്കം ഉപദ്രവിക്കുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കള്ളസ്വാമി ആണെങ്കിൽ വീണ്ടും അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരാണ്. ആ സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ചത് നമ്മളുടെ മഹാലക്ഷ്മി വന്ന് ഡോറ് തുറക്കുമ്പം മുന്നിൽ കാണുന്നത് ആ ഒരു സ്വാമീനെയാണ്. ആ സ്വാമീനെ കണ്ടതും മഹാലക്ഷ്മി അകത്തേക്ക് നോക്കിയിട്ട് ലേഹയെന്നും പറഞ്ഞ് വിളിക്കുമ്പം ലേഹ വരുന്നുണ്ട്. എന്താ മഹി എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം വേറെ ഒന്നും അല്ല, അതേ ഇതങ്ങോട്ട് നോക്കിക്ക് ഇന്നലെ വന്ന ആ സ്വാമി വീണ്ടും വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഈ സ്വാമിയാണെങ്കിൽ ഈ ലേഹയുടെ മഹാലക്ഷ്മിയുടെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ലേഹയും മഹാലക്ഷ്മിയും ഇയാൾ വീണ്ടും വന്ന് എന്തിനായിരിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.